ഹലോ, വെൽക്കം ടു ഇൻസൈറ്റ് പോയിന്റ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്ന പേപ്പറിലെ ലാസ്റ്റ് ചാപ്റ്റർ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്ലാസ് ആണ്. റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ RBI, സെബി എന്നിവയെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. RBIയുടെയും സെബിയുടെയും ഫങ്ഷൻസ്, ഗൈഡ് ലൈൻസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. റെഗുലേറ്റേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും രണ്ട് ഗവൺമെൻറ് ഏജൻസീസാണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിലുള്ള രണ്ട് ഗവൺമെൻറ് ഏജൻസീസാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും. RBI, സെബി ഇവയാണ് ആ രണ്ട് ഗവൺമെൻറ് ഏജൻസീസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഇവയാണ് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്റേഴ്സ്. RBI, സെബി എന്നീ രണ്ട് റെഗുലേറ്റേഴ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്നത് RBI. ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് അവർ സെൻട്രൽ ബാങ്ക്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1935. Prior to the establishment of RBI, there was no central bank. But Imperial Bank of India performed some of the central banking functions. Other important central banking functions were done by the central government. നമ്മുടെ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കാണ് RBI. 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. RBI വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് നിറവേറ്റിയിരുന്നത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. മറ്റുള്ള ഇമ്പോർട്ടൻറ്റ് സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ചെയ്തിരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റുമായിരുന്നു. പക്ഷേ ഇതൊരു സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെൻ്റ് ആയിരുന്നില്ല. സോ ഹിൽട്ടൺ ഇൻ കമ്മീഷൻ സെൻട്രൽ ബാങ്കിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യുകയും അതിൻ്റെ ഫലമായി 1927 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ ബിൽ പാസ് ചെയ്തില്ല. 1931 സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി സെൻട്രൽ ബാങ്കിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യുകയും ആ ബില്ല് 1931 സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി സെൻട്രൽ ബാങ്കിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യുകയും അതിൻ്റെ ഫലമായി 1933 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ഫ്രഷ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ് ചെയ്തു. 1935 RBI അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ രാജ്യത്ത് RBIക്ക് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. ഇറ്റ് ഈസ് എ അതോറിറ്റി ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ദ മോണിറ്ററി സിസ്റ്റം ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ മോണിറ്ററി സിസ്റ്റം റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള അതോറിറ്റി ഉള്ളത് RBIക്കാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മണി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതും RBI ആണ്. RBIയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 crore ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് RBI. RBIയുടെ ഫങ്ഷൻസിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മോണിറ്ററി ഫങ്ഷൻസ്, രണ്ട് നോൺ മോണിറ്ററി ഫങ്ഷൻസ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് മോണിറ്ററി ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് ഫങ്ഷനാണ് മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. According to Section 22 of the Reserve Bank of India Act, the Reserve Bank has given the sole right to issue currency notes other than 1 rupee coins and notes and other subsidiary coins in our country. Currency notes of ₹1 and other subsidiary coins are issued by the Ministry of Finance. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് RBI ആണ്. അതുകൊണ്ട് തന്നെ RBIക്ക് ചില സ്പെഷ്യൽ പവേഴ്സും റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള മോണോപ്പൊളി RBIക്ക് മാത്രമാണുള്ളത്. RBI ആക്ടിൻ്റെ സെക്ഷൻ 22 അനുസരിച്ച് RBIക്ക് മാത്രമാണ് കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നുള്ളൂ. 1 rupee കോയിനും 1 rupee നോട്ടും മറ്റുള്ള കോയിനും ഇഷ്യൂ ചെയ്യുന്നതൊഴികെ ബാക്കി എല്ലാ കറൻസി നോട്ട്സും ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. 1 rupee നോട്ടും 1 rupee കോയിനും സബ്സിഡിയറി കോയിൻസും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. RBI മുഖേന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് 1 രൂപയുടെ കോയിനും 1 രൂപയുടെ നോട്ടും മറ്റുള്ള കോയിനുമൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. ഇതൊഴികെ ബാക്കിയുള്ള എല്ലാ കറൻസി നോട്ടും ഇഷ്യൂ ചെയ്യുന്നത് RBI മാത്രമാണ്. മറ്റുള്ള ഒരു ബാങ്കിനും ഈ റൈറ്റ് ഇല്ല. മറ്റുള്ള ഒരു ബാങ്കിനും കറൻസി നോട്ട്സോ അല്ലെങ്കിൽ കോയിൻസോ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇന്ത്യയിൽ ഇല്ല. സെക്കൻഡ് ഫംഗ്ഷനാണ് ബാങ്കർ ടു ദി ഗവൺമെൻറ്. ദി RBI ആക്ട് ഈസ് എ ബാങ്കർ, agent and advisor to the government as per the obligations created under the Section 20, 21 and 21 subsection A of the RBI Act. RBI ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ബാങ്കറാണ്, ഏജൻ്റാണ്,
അഡ്വൈസറാണ്. RBI ആക്ടിൻ്റെ സെക്ഷൻ 20, 21 സബ്സെക്ഷൻ A ഒക്കെ അനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ടും അഡ്വൈസറായിട്ടും ബാങ്കറായിട്ടും RBI ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. RBI has a right to control and supervise the activities of all banks in the country by way of issuing license and giving permissions etc. RBIക്ക് മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളുടെയും ആക്ടിവിറ്റി സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള റൈറ്റ് ഉള്ളത്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളുടെയും ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും RBI ആണ്. ലൈസൻസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പെർമിഷൻസ് ഗ്രാൻഡ് ചെയ്തുകൊണ്ടൊക്കെയാണ് RBI ബാങ്കുകളുടെ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും. സോ RBI ബാങ്കേഴ്സ് ബാങ്കാണ്. ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നുണ്ടെങ്കിൽ RBI അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ RBI ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ടായിട്ടും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫങ്ഷനാണ് ആക്ട് ആസ് ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ where mutual indebtedness between banks can be settled. The RBI acts as a clearing house of member banks. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ബാങ്കുകൾ തമ്മിലുള്ള ബാധ്യത സെറ്റിൽ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്ലിയറിംഗ് ഹൗസ്. RBI ഒരു ക്ലിയറിംഗ് ഹൗസായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മെമ്പർ ബാങ്ക്സിൻ്റെ ക്ലിയറിംഗ് ഹൗസായി RBI ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് RBI. RBI controls the credit with the twin objectives of checking inflation and facilitating economic development of the country. ക്രെഡിറ്റ് കൺട്രോൾ എന്നുള്ളത് RBIയുടെ മെയിൻ ഫംഗ്ഷനാണ്. RBI ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് 2 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. ഒന്ന് ഇൻഫ്ലേഷൻ ചെക്ക് ചെയ്യാനും മറ്റൊന്ന് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഫെസിലിറ്റേറ്റ് ചെയ്യാനും. എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഇൻഫ്ലേഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് RBI ക്രെഡിറ്റ് കൺട്രോൾ എന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. 2 വെപ്പൺസ് യൂസ് ചെയ്തുകൊണ്ടാണ് RBI ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ്, 2 ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ഏതൊക്കെയാണ് എന്നാണ്. ഫസ്റ്റ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പണാണ് ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് ഈസ് എ മിനിമം റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ഈസ് റെഡി ടു ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ ടു റീഡിസ്കൗണ്ട് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഒരു മിനിമം റേറ്റ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് കീപ്പ് ചെയ്യേണ്ട ഒരു മിനിമം റേറ്റ് ആണ് ബാങ്ക് റേറ്റ്. ഈ ഒരു മിനിമം റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺസ് ഗ്രാൻഡ് ചെയ്യുകയും ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് റീഡിസ്കൗണ്ട് ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. ബാങ്ക് റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് 2024 ബാങ്ക് റേറ്റ് 6.50% ആണ്. ടെക്സ്റ്റ് ബുക്കിൽ 5.25% ആണ് കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് കുറച്ച് മുന്നുള്ളതാണല്ലോ, അതുകൊണ്ടാണ് 5.25% ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ളത്. റീസെൻറ്റ് റേറ്റ് 6.50% ആണ്. നെക്സ്റ്റ് വണ്ണാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഓഫ് എ സെൻട്രൽ ബാങ്ക് കൺസിസ്റ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. ഇറ്റ് ഈസ് ഡൺ വിത്ത് എ വ്യൂ ടു റെഗുലേറ്റ് ദി സപ്ലൈ ഓഫ് മണി. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് RBIയുടെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പണാണ്. ഇവിടെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി RBI ഓപ്പൺ മാർക്കറ്റിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ പർച്ചേസും സെയിലും നടത്തുന്നു. ഗവൺമെൻറ് സെക്യൂരിറ്റി വിൽക്കുന്നു, വാങ്ങുന്നു ഓപ്പൺ മാർക്കറ്റിൽ. എന്തിനു വേണ്ടിയാണ്? മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. എക്സസീവ് മണി സപ്ലൈ ഉണ്ടാകുന്ന സമയത്ത് RBI ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് വിൽക്കുന്നു. ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത്, മണി സപ്ലൈയുടെ ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റീസ് വാങ്ങുന്നു. അതായത് മാർക്കറ്റിൽ മണി സപ്ലൈ കൂടുമ്പോൾ, അങ്ങനെ പറയുന്നത് എന്താണ്? ആളുകളുടെ കയ്യിൽ കൂടുതൽ ക്യാഷ് ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള സമയത്ത് RBI ആ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സെക്യൂരിറ്റീസ് വിൽക്കുന്നു. ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് വിൽക്കുന്നു. അങ്ങനെ സെക്യൂരിറ്റീസ് വിൽക്കുമ്പോൾ ആളുകൾ ആ സെക്യൂരിറ്റി വാങ്ങുകയും അവരുടെ കയ്യിലുള്ള ക്യാഷ് കുറയുകയും ചെയ്യുന്നു. സോ RBIക്ക് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിൽ മണി സപ്ലൈയുടെ ഷോർട്ടേജ് വരുമ്പോൾ RBI മുൻപ് സെയിൽ ചെയ്ത ഈ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നു. മുൻപ് സെയിൽ ചെയ്ത ഈ സെക്യൂരിറ്റി RBI എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. ഇങ്ങനെ വാങ്ങുമ്പോൾ ആളുകൾക്ക് ക്യാഷ് തിരികെ ലഭിക്കുന്നു. സോ മാർക്കറ്റിൽ ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത്, മാർക്കറ്റിൽ
ക്യാഷിന് അല്ലെങ്കിൽ ആളുകൾക്ക് ക്യാഷിന് ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് RBI ഈ സെക്യൂരിറ്റി വാങ്ങുമ്പോൾ ആളുകൾക്ക് ക്യാഷ് തിരിച്ചു കിട്ടുന്നുണ്ട്. ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് ക്യാഷ് കിട്ടുന്നു. സോ മണി സപ്ലൈയുടെ ഷോർട്ടേജിന് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് RBI മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും. നെക്സ്റ്റ് വണ്ണാണ് വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ CRR. As per the Section 42 subsection I of the RBI Act 1934, every scheduled bank is required to maintain a fixed percentage of their time and demand deposit as cash reserve with RBI. RBI Act 1934-ന്റെ Section 42 subsection I അനുസരിച്ച് എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കും അവരുടെ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് RBIയുടെ ക്യാഷ് റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് നിർബന്ധമാണ്. ഇതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക്? RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബാങ്ക്സ് ആണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഇപ്പോഴത്തെ CRR റേറ്റ് 4.5% ആണ്. ടെക്സ്റ്റ് ബുക്കിൽ CRR കാണിച്ചിട്ടുള്ളത് 3% ആണ്. ഇപ്പോഴത്തെ പ്രസൻറ്റ് CRR റേറ്റ് 4.5% ആണ്. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR. ആസ് പെർ സെക്ഷൻ 24 ഓഫ് ദി ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, every commercial bank is required to maintain not less than 25% of its total time and demand liabilities in liquid asset in the form of cash, gold or other securities with RBI. This is known as statutory liquidity ratio. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949ൻ്റെ സെക്ഷൻ 24 അനുസരിച്ച് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവരുടെ ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ 25% കുറയാതെ RBIക്ക് വേണ്ടി ലിക്വിഡ് അസറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ലിക്വിഡ് അസറ്റ് ക്യാഷിൻ്റെ ഫോമിലായിരിക്കാം, ഗോൾഡിൻ്റെ ഫോമിലായിരിക്കാം, മറ്റ് സെക്യൂരിറ്റീസിൻ്റെ ഫോമിലായിരിക്കാം. ഇങ്ങനെ നിർബന്ധമായും RBIക്ക് വേണ്ടി ലിക്വിഡ് അസറ്റായിട്ട് 25% കുറയാത്ത ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റി മാറ്റിവെക്കുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കും അതിൻ്റെ ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ 25% കുറയാതെ ലിക്വിഡ് അസറ്റായി RBIക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ക്യാഷോ ഗോൾഡോ ഒക്കെ ആയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ CRR പഠിച്ചു. CRRൽ ക്യാഷ് റിസർവ് ആണ് RBIക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇവിടെ RBIക്ക് വേണ്ടി ലിക്വിഡ് അസറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. SLR എന്ന് പറയുന്നത് RBIക്ക് വേണ്ടി ലിക്വിഡ് അസറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കറൻറ്റ് SLR റേറ്റ് 18% ആണ്. ഇതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ്. നമ്മൾ പഠിച്ച ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, വേരിയബിൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇനി നമ്മൾ പഠിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ്. ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് എന്ന് നമുക്ക് പഠിക്കാം. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസിനെ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്നും പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്. ആസ് പെർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, RBI ഈസ് എംപവേർഡ് ടു ഇഷ്യൂ ഡയറക്റ്റീവ്സ് ടു എനി പെർട്ടിക്കുലർ ബാങ്ക് ഓർ ബാങ്കിങ് സിസ്റ്റം. ഏതൊരു ബാങ്കിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്കിങ് സിസ്റ്റത്തിനോ ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ RBIക്കുണ്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ച് RBIക്ക് ഏതൊരു പെർട്ടിക്കുലർ ബാങ്കിനോ അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സിസ്റ്റത്തിനോ ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവറുണ്ട്. അതാണ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ് എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്. RBI stipulated certain margin requirements and advances which are given against certain commodities. നമുക്കറിയാം RBI ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗ്രാൻഡ് ചെയ്യാറുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് RBI പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ അഡ്വാൻസസ് ഗ്രാൻഡ് ചെയ്യുന്നത് ചില കമ്മോഡിറ്റീസിന് വേണ്ടിയാണെങ്കിൽ അവിടെ മാർജിൻ റിക്വയർമെൻറ്റ്സ് അനുവദിക്കാറുണ്ട്. അതായത് ചില കമ്മോഡിറ്റീസിന് വേണ്ടിയാണ് RBI അഡ്വാൻസ് ഗ്രാൻഡ് ചെയ്യുന്നത് എങ്കിൽ ആ അഡ്വാൻസ് ആവശ്യത്തിലധികമായി പ്രൊവൈഡ് ചെയ്യാറുണ്ട് RBI. അത് ചില കമ്മോഡിറ്റീസിൽ മാത്രമാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുഡ് ഗ്രെയിൻ, ഓയിൽ സീഡ്, ഓയിൽ, വനസ്പതി, ഷുഗർ അങ്ങനെയുള്ള കമ്മോഡിറ്റീസിന് വേണ്ടി മാത്രമാണ് മാർജിൻ റിക്വയർമെൻറ്റിൽ അഡ്വാൻസ് ഗ്രാൻഡ് ചെയ്യുന്നത്. മാർജിൻ റിക്വയർമെൻറ്റിൽ അഡ്വാൻസ് ഗ്രാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അഡ്വാൻസ് ആവശ്യത്തിൽ അധികമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതായത് സാധാരണ കൊടുക്കുന്നത് എത്രയാണോ അതിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ് എന്നുള്ള
പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആസ് പെർ ദ സ്കീം RBI prescribes different rate of interest on the basis of purpose for which advances are granted by the commercial banks. RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അഡ്വാൻസസ് ഗ്രാൻഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഗ്രാൻഡ് ചെയ്യുന്ന അഡ്വാൻസസിന് ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ അഡ്വാൻസസിനും. അതായത് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് പല ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അഡ്വാൻസസ് ഗ്രാൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രാൻഡ് ചെയ്യുന്ന അഡ്വാൻസസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ അഡ്വാൻസസിൻ്റെ ലക്ഷ്യം എന്താണോ, എന്തിനു വേണ്ടിയാണോ അഡ്വാൻസസ് ഗ്രാൻഡ് ചെയ്യുന്നത്, ആ ലക്ഷ്യത്തിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിലും മാറ്റങ്ങളുണ്ടായിരിക്കും. അതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള വെപ്പൺ പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ്. ക്ലീൻ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് RBI ബോറോവേഴ്സിന് അലോ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ക്ലീൻ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അലോ ചെയ്യുന്നത്? സ്പെക്കുലേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യാനും ക്രെഡിറ്റിൻ്റെ ആൻറ്റി സോഷ്യൽ യൂസ് പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയാണ് ക്ലീൻ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്രെഡിറ്റ് ലിബറലൈസേഷൻ ടു സെലക്റ്റഡ് സെക്ടേഴ്സ്. ഡിസേർവിംഗ് ബോറോവേഴ്സിന് RBI എക്സംഷൻസ് ഗ്രാൻഡ് ചെയ്യാറുണ്ട്. അതായത് അർഹതയുള്ള ബോറോവേഴ്സിന് ചില എക്സംഷൻസൊക്കെ RBI അനുവദിക്കാറുണ്ട്. അതാണ് ക്രെഡിറ്റ് ലിബറലൈസേഷൻ ടു സെലക്റ്റഡ് സെക്ടേഴ്സ് എന്നുള്ള വെപ്പൺ പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. 1 കോടിയുടെ ഫ്രഷ് ക്രെഡിറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഗ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ, 1 കോടിയുടെ ഫ്രഷ് ക്രെഡിറ്റ് ഒരു സിംഗിൾ പാർട്ടിക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് ഗ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് മുൻപായി RBIയുടെ ഓതറൈസേഷൻ നിർബന്ധമായും ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. അതാണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീമിൽ പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു സിംഗിൾ പാർട്ടിക്ക് 1 കോടിയുടെ ഫ്രഷ് ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് മുൻപായി RBIയുടെ ഓതറൈസേഷൻ നിർബന്ധമായും കിട്ടിയിരിക്കണം. അതാണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം എന്ന വെപ്പൺ പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. ബാങ്ക് ക്രെഡിറ്റിൻ്റെ യൂട്ടിലൈസേഷനിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനും ഓവർ ക്രെഡിറ്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയാണ് ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ബാങ്ക് ക്രെഡിറ്റിൻ്റെ ഉപയോഗത്തിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിനും ഓവർ ക്രെഡിറ്റിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. നെക്സ്റ്റ് വൺ ആണ് മോറസോഷൻ ആൻഡ് ക്രെഡിറ്റ് റേഷനിങ്. ഇത് ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു എലമെൻ്റ് അല്ല. ഇതിൽ പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിന് ഫോളോ ചെയ്യാനുള്ള കുറച്ച് പോളിസീസൊക്കെയാണ് ഇതിൽ പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കിന് ഫോളോ ചെയ്യാനുള്ള കുറച്ച് പോളിസീസൊക്കെയാണ് ഈ ഒരു സ്കീമിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരിക്കലും കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല. ഇതിൻ്റെ സക്സസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്തുമാത്രം കൊമേഴ്ഷ്യൽ ബാങ്ക് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കോപ്പറേഷൻ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കീമിൻ്റെ സക്സസ് ഉള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഡിറക്റ്റ് ആക്ഷൻ. ഡിറക്റ്റ് ആക്ഷൻ എന്നുള്ള ഈ ഒരു വെപ്പൺ എല്ലായ്പ്പോഴും RBI യൂസ് ചെയ്യുന്നില്ല. പക്ഷേ മറ്റുള്ള മെഷേഴ്സൊക്കെ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ RBI യൂസ് ചെയ്യുന്നൊരു വെപ്പണാണ് ഡിറക്റ്റ് ആക്ഷൻ. ഇവിടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് നമുക്കറിയാം, കൊമേഴ്ഷ്യൽ ബാങ്കിന് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് RBI എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഗ്രാൻഡ് ചെയ്യുന്ന ഈ റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് RBI റിഫ്യൂസ് ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് RBI. നെക്സ്റ്റ് വൺ ആണ് ഡിറക്റ്റ് ആക്ഷൻ. ഡിറക്റ്റ് ആക്ഷൻ എന്നുള്ള ഈ ഒരു വെപ്പൺ RBI എല്ലായ്പ്പോഴും യൂസ് ചെയ്യാറില്ല. പക്ഷേ മറ്റുള്ള മെഷേഴ്സൊക്കെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ RBI ഈ വെപ്പൺ യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? നമുക്കറിയാം RBI റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ. ഇങ്ങനെ ഗ്രാൻഡ് ചെയ്യുന്ന ഈ റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് RBI റിഫ്യൂസ് ചെയ്യും. അതായത് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് റിഫ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഡിറക്റ്റ് ആക്ഷൻ എന്നുള്ള സ്കീം അല്ലെങ്കിൽ ഡിറക്റ്റ് ആക്ഷൻ എന്നുള്ള വെപ്പൺ RBI പ്രാവർത്തികമാക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. RBIയുടെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച്, ഗോൾഡ് കോയിൻ, ബുള്ളിയൻ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനും ഡീൽ ചെയ്യാനുള്ള അതോറിറ്റി RBIക്ക് മാത്രമാണുള്ളത്. നെക്സ്റ്റ് വൺ ആണ് കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. ഇത് സെൻട്രൽ ബാങ്കിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. നമുക്കറിയാം RBI ആണ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതുമൊക്കെ. ഫോറിൻ എക്സ്ചേഞ്ച്, ഗോൾഡ് കോയിൻ, ബുള്ളിയൻ,
ഇതൊക്കെ ഡീൽ ചെയ്യാനുള്ള അതോറിറ്റി RBIക്ക് മാത്രമാണ് ഉള്ളത്. ഒഫീഷ്യൽ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും RBIക്ക് മാത്രമാണുള്ളത്. ഇതൊക്കെയാണ് RBIയുടെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ്. ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്, റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, restriction on clean advances, credit liberalization to selected sectors, credit authorization scheme, loan system for delivery of bank credit, moral suasion and credit rationing, direct action, control of foreign exchange operations. ഇത്രയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസിൽ നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് RBIയുടെ റോൾ ആൻഡ് ഫങ്ഷൻസ് ആണ്. മോണിറ്ററി ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് RBIയുടെ നോൺ മോണിറ്ററി ഫങ്ഷൻസ് ആണ്. RBIയുടെ നോൺ മോണിറ്ററി ഫങ്ഷൻസിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സൂപ്പർവൈസറി ഫങ്ഷൻസ്, രണ്ട് പ്രൊമോഷണൽ ഫങ്ഷൻസ്. നമുക്ക് ആദ്യം സൂപ്പർവൈസറി ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ലൈസൻസിങ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ബ്രാഞ്ച് എക്സ്പാൻഷൻ, മാനേജ്മെൻറ്റ് എന്നീ കാര്യങ്ങളിലൊക്കെ കൺട്രോൾ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനുമുള്ള പവർ RBIക്ക് ഉണ്ട്. അതാണ് സൂപ്പർവൈസറി ഫങ്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പ്രൊമോഷണൽ ഫങ്ഷൻ. റൂറൽ ക്രെഡിറ്റ് ഗ്രാൻറ്റ് ചെയ്യുക, ഇൻഡസ്ട്രിയൽ ഫിനാൻസിനുള്ള പ്രൊവിഷൻ, ഫിനാൻഷ്യൽ എക്കണോമിക് മാറ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കളക്ഷൻ, അതേപോലെ തന്നെ പബ്ലിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് RBIയുടെ പ്രൊമോഷണൽ ഫങ്ഷൻസിൽ വരുന്നത്.